മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും നമ്മൾ ഭാരതീയ ആചാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാന സത്യങ്ങളും ഏതെല്ലാം ഗ്രന്ഥങ്ങളിലാണ് ഇങ്ങനെ വിവരിച്ച് കിടക്കുന്നത്, വിവരിച്ച് നൽകിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പദാനുപദം പഠിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ക്രൈസ്തവരുടെ ആചാരങ്ങൾ മിക്കവാറും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. അതേപോലെ ഇസ്ലാം ആചാരങ്ങൾ മിക്കവാറും ഖുറാന്റെ അടിസ്ഥാനത്തിലാണുള്ളത്. എന്നാൽ ഭാരതീയ ആചാരങ്ങളാവട്ടെ, കുറേ ആചാരങ്ങൾ വേദങ്ങളിൽ ലഭ്യമാണ്. കുറേ ആചാരങ്ങൾ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. ധാരാളം ആത്മീയ ആചാരങ്ങൾ ഉപനിഷത്തുകളിൽ നൽകിയിട്ടുണ്ട്. വേദ പഠന രീതികളെ കുറിച്ചുള്ള ആചാരങ്ങൾ ശിക്ഷാഗ്രന്ഥങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങളിൽ നൽകിയിരിക്കുന്നു. എന്നാൽ സാധാരണക്കാര് നിത്യവും അനുഷ്ഠിക്കുന്നതും അഥവാ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ സനാതന ധർമ്മത്തിൻ്റെ ആചാരങ്ങൾ നൽകിയിരിക്കുന്നത്, അവയുടെ സ്രോതസ് കൽപ്പശാസ്ത്രമാണ്. ഈ കൽപ്പശാസ്ത്രത്തിൽ തന്നെ നമ്മൾ ശ്രൗതസൂത്രത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചത്. ആചാരങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അവിടെ ആചാരങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, വെറുതെ നമ്മളുടെ പൂർവികർ ആചരിച്ചുകൊണ്ട് പോയതാണോ അഥവാ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നാണോ അത് എടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വിവരണങ്ങളെല്ലാം നൽകുന്നത്. ഇപ്പൊ കൽപ്പശാസ്ത്രം വളരെ ബൃഹത്തായ പുസ്തകമാണ്. 10,000-20,000 പേജാണ് ഒരു കൽപ്പശാസ്ത്രത്തിലുമുള്ളത്. അതിനകത്ത് 4 ഭാഗങ്ങളാണുള്ളത്. ഇന്ന് ശ്രൗതസൂത്രം, അത് യാഗ ആചാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറയേണ്ടായി. അതിനോട് ചേർത്ത് ഞാൻ സൂചിപ്പിക്കേണ്ടായി സുൽഭസൂത്രങ്ങൾ. സുൽഭം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ത്രെഡ് എന്ന അർത്ഥമുണ്ട്. ചരട് ഉപയോഗിച്ച യാഗശാലയുടെ അളവുകളെല്ലാം അളക്കുകയും ആംഗിള് മെഷർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നത്. അപ്പോ ശ്രൗതസൂത്രവും സുൽഭസൂത്രവും ചേർന്നാൽ ഭാരതീയ യാഗ യജ്ഞശാലകളുടെ കർമ്മങ്ങളുടെ വിവരണങ്ങളുടെ ആചാരങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെന്താ നമ്മൾ പറയാ? ശ്രൗത ആചാരങ്ങൾ, ശ്രൗത കർമ്മങ്ങൾ. ഒരു യാഗം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരാൾ പഠിക്കണം എന്ന് വിചാരിക്കുക. ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്ന് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഈ ആചാരങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന യാഗമായിരിക്കും, ചിലപ്പോൾ സഹസ്രാഹം 1000 ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന യാഗങ്ങളായിരിക്കും. ഈ യാഗങ്ങളുടെ ഓരോ ചടങ്ങിനും ഓരോ പേരുണ്ട്. അതെങ്ങനെ അനുഷ്ഠിക്കണം എന്ന് വിവരിച്ചിട്ടുണ്ട്. അത് മുഴുവനും കൽപ്പശാസ്ത്രത്തിനകത്തുള്ള ശ്രൗതസൂത്രത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. നല്ല വേദപണ്ഡിതന്മാർക്ക് മാത്രമേ ഏകദേശം അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത്ഭുതകരമായ വസ്തുത, ഈ ശ്രൗതസൂത്രത്തിലെ വിവരണങ്ങൾ അതേപോലെ ബൈഹാർട്ടാക്കി പഠിക്കാം, കാണാപ്പാഠം ചൊല്ലുക. അതാണ് ആദ്യം യാഗം ചെയ്യാൻ പോകുന്ന വ്യക്തികൾ ചെയ്യേണ്ടത്. ഒരു 10,250-300 പേജ് ഉണ്ട്. അത് നേരെ ബൈഹാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യാഗം ചെയ്യുന്ന സമയത്ത് പുസ്തകം റെഫർ ചെയ്യേണ്ടിയേ വരില്ല. കാരണം ഇവർ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്തത് എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, 2 മണിക്ക് എന്ത് ചെയ്യണം, ഒരു കർമ്മം കഴിഞ്ഞാൽ അടുത്ത കർമ്മം എന്താണ്, അതാരാ ചെയ്യേണ്ടത്, അതിന് ഏത് പുരോഹിതനാണ് നേതൃത്വം നൽകേണ്ടത്, അതിന് ആ യാഗശാലയിലുള്ള അദ്വൈതിയുണ്ട്, ബ്രാഹ്മണാക്ഷാംശിയുണ്ട്, ബ്രഹ്മനുണ്ട്, അങ്ങനെ കുറേ പുരോഹിതന്മാർക്ക് പേരുണ്ട്. അവരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞ് അവരെങ്ങനെയാ ഈ യാഗത്തിലെ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് വിവരിക്കുന്നു. ഇന്നത്തെ കാലത്ത് സാധാരണക്കാരായി ഇപ്പോൾ ടിവിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ട വലിയ ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കാം, മക്കൾ തന്നെ ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ ധാരാളം യാഗം കേരളത്തിൽ നടക്കാറുണ്ട്. അതിരാത്ര യാഗം നടക്കാറുണ്ട്, അതേപോലെ സോമയാഗം നടക്കാറുണ്ട്, ചണ്ഡികാഹോമം നടക്കാറുണ്ട്. ഇതൊക്കെ ഏത് പുസ്തകത്തിലാണ് അമ്മ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. വേദാംഗത്തിന്റെ 5ാമത്തെ വേദാംഗമായ
കൽപ്പശാസ്ത്രം എന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങൾക്കകത്ത്, ഒരു ഗ്രന്ഥമല്ല, കുറേ ഗ്രന്ഥങ്ങൾ, ബൃഹത്തായ ഗ്രന്ഥങ്ങൾക്കകത്ത് 4 ക്ലാസ് ആയിട്ട് വിവരിച്ചിട്ടുള്ളതില് ഒന്നാമത്തെ വിഭാഗം വിവരണമാണ് ശ്രൗതസൂത്രങ്ങൾ. ശ്രൗതം എന്ന വാക്കിന്റെ അർത്ഥം വേദവുമായി ബന്ധപ്പെട്ടത് അഥവാ ശ്രുതിയുമായി ബന്ധപ്പെട്ടത്. ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പൂതിരിമാരുടെ ഭാഷയിൽ ഓത്ത് എന്ന് പറയും, അതായത് വേദം. അപ്പൊ വേദവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് യാഗങ്ങൾ. ആ യാഗങ്ങൾ നൽകിയിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത് കൽപ്പശാസ്ത്രത്തിനകത്തെ ശ്രൗതസൂത്രത്തിലാണ്. യാഗശാല നിർമ്മിക്കുന്നതിനും ആചാരങ്ങളുണ്ട്. വെറുതെ യാഗശാല നിർമ്മിക്കുകയല്ല, ഏതാണ്ട് ആ യാഗശാല പോലെയാണ് ഇപ്പൊ ഭാരതീയ ക്ഷേത്രങ്ങൾ ദക്ഷിണ ഭാരതത്തില് നിർമ്മിക്കാറുള്ളത്. അതിൻ്റെയും അടിസ്ഥാനം ശ്രൗതസൂത്രത്തോട് ചേർന്നിരിക്കുന്ന സുൽഭസൂത്രങ്ങളാണ്. അപ്പൊ ഇതിൽ വിവരിച്ചിരിക്കുന്നത് മുഴുവനും യഥാർത്ഥത്തില് സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടാണ്. വേദിക് ജോമെട്രി വരുന്നത് ഈ സുൽഭസൂത്രത്തിലാണ്. പിത്തഗോറസ് തിയറം എല്ലാം വരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാല് വേദാന്തർഗതങ്ങളായ ആചാരങ്ങള് സാധാരണക്കാർക്ക് വലിയ ബന്ധം ഇല്ലെങ്കിലും, അവരറിയേണ്ടതായിട്ട് അത്യാവശ്യമില്ലെങ്കിലും, ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയോ നമ്മളുടെ സ്വയം താല്പര്യത്താൽ പഠിക്കുകയോ ചെയ്യുമ്പോൾ നിർബന്ധമായും ഈ പേരറിഞ്ഞിരിക്കണം. കൽപ്പശാസ്ത്രം, കൽപ്പം എന്ന വാക്കിന് ഒരു മലയാള സിനിമയിൽ കൽപ്പാന്ത കാലത്തോളം യേശുദാസ് പാടുന്ന പാട്ടുണ്ട്. ആ കൽപ്പല്ല, ആ കൽപ്പം എന്ന് പറഞ്ഞാൽ 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. അതും കൽപ്പശാസ്ത്രത്തിന് കൽപ്പവും തമ്മിൽ ബന്ധമില്ലെന്നും ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അതിബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ സമൂഹമായ ഈ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായ ശ്രൗതസൂത്രത്തിലും സുൽഭസൂത്രത്തിലുമാണ് വേദാന്തർഗതങ്ങളായ യാഗങ്ങളും യജ്ഞങ്ങളും, അശ്വമേധയാഗം, വാജപേയയാഗം, സോമയാഗം, വിശ്വജിത്ത് യാഗം തുടങ്ങിയ ആയിരക്കണക്കിന് യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ട ചടങ്ങുകൾ വിവരിച്ചിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൽപ്പശാസ്ത്രം, ശ്രൗതസൂത്രം, സുൽഭസൂത്രം, യാഗം, യജ്ഞം, ഈ വാക്കുകളാണ് കീവേഡ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി എന്റെ പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.